ഹായ് ഫ്രണ്ട്സ്. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ കമ്പനി കാട്ടിക്കൊണ്ടാണ് സ്റ്റോറി ആരംഭിക്കുന്നത്. പിന്നീടുള്ളത് നമ്മുടെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ധ്രുവയും സംസാരിക്കുന്നതാണ്. ധ്രുവ, കുറച്ച് നാളത്തേക്ക് ധ്രുവ നീയും ശ്രേയും കൂടി ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. എന്ത്? എങ്ങനെ? നീ എടുക്കുന്നു? ഞാൻ കുറച്ച് നാളത്തേക്ക് ഈ ഓഫീസിന്റെ പടിക്കൽ പോലും വരില്ല. അതെന്താ വരാത്ത? നിനക്ക് തോന്നുന്നുണ്ടോ നന്ദു ഞാനും ശ്രേയും കൂടെ ഒറ്റയ്ക്ക് ഈ ഓഫീസ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന്? ചിന്തിച്ചു നോക്ക് നീ, എന്നിട്ട് തീരുമാനം എടു. ചിന്തിച്ച് നോക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. നീയും ശ്രേയും കൂടെ ചേർന്നിട്ട് വേണം കമ്പനി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ. എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കരുത്. എനിക്ക് കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ്? അതിന് നീ എന്താ ചെയ്ത ജോലി റെസ്റ്റ് എടുക്കാൻ? എന്തോ ചെയ്യാന്ന് ധ്രുവ, നീ എന്തോന്നാ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ, ആൾക്കാരവിടെ കണ്ണു കൂടിയിടാൻ വേണ്ടിയാ ഈ ഓഫീസ് തുറന്നു വെച്ചേക്കുന്നത്. ഇതാണ് നമ്മളുടെ ഫീൽഡ്. അല്ല പിന്നെന്തോ നമ്മളുടെ ഫീൽഡ്? മാഫിയ. അറിയാല? ആ, അതാണ് എനിക്കും പറയാനുള്ളത്, എന്നോട് ചോദിക്കാനുള്ളത്. ഒരു മാഫിയ ക്യൂനായിട്ട് എനിക്ക് നാണമുണ്ടോടി? ഓഫീസിലോട്ട് വരുന്നില്ല, കുറച്ച് നാള് ഈ മാഫിയ ഫീൽഡിൽ നിന്നൊക്കെ നിന്നോ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയാൻ ഞങ്ങൾ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്ക് അപ്പോഴാണ് എനിക്ക് പേടിയാണ്. നിന്റെ ധൈര്യത്തിലാണ് ഞങ്ങള് ഈ മാഫിയ ഫീൽഡിലും ഈ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. നീ കൂടില്ലെങ്കിൽ നിനക്ക് നാണമുണ്ടടാ? നടന്ന് പാളയുടെ അത്രയായി മുതുകാള, എന്നിട്ട് പേടിയാന്ന് പോലും ഒരു ഓഫീസ് കൊണ്ട് നടക്കാൻ പറ്റത്തില്ലെന്ന്. എന്ത് പറ്റി? എന്നെ പോകാൻ പറ്റത്തില്ല നിനക്ക് ഒരു ഓഫീസ് തനിയെ? എന്നാ ചെയ്യാനാ? ഒന്ന് പോയിണ്ടെന്നുണ്ട്. ഒരു പെണ്ണിനെ പോലും ശരിക്കും വളയ്ക്കാൻ പറ്റാത്ത ഞാനാ ഓഫീസും മാഫിയ ഫീൽഡറാണ് അപ്പൊ ചെയ്യുന്നത്. എടാ, നിന്നെ കാണാൻ ഭയങ്കര ഭീകര ലുക്കാണല്ലോ. അതൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ, നിനക്കറിയില്ല. ഇപ്പോഴും എനിക്ക് കുഞ്ഞോമനയുടെ മനസ്സാണ്, പിഞ്ചോമന. പിഞ്ചോമന? അതുകൊണ്ട് ഒരു പെണ്ണ് നിന്റെ പുറവില് ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. നീ ആണെങ്കിൽ അവളെ നായെ പോലെ തുരത്തി ഓട്ടിക്കുന്നു. അത് പിന്നെ നീ എന്തിനാണ് അഭിനയിക്കുന്നത്? നിനക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ നീ അവന് തുറന്നു പറയാൻ മടിക്കുന്നത്. നിന്റെ മസിലൊക്കെ ഒന്ന് അയച്ചിട്ടൊന്ന് സംസാരിക്കുക അവളോട്. അവളാണെങ്കിൽ പുറകെ നടക്കല്ലടാ. എന്റെ ധ്രുവായെ, പാവല്ലടാ അവള്. അതൊക്കെ വരും മേഡം. മേഡം ഇപ്പോൾ ഓഫീസിൽ വരാതെ മാഫിയ ഫീൽഡിൽ നിൽക്കാതെ മേഡം എവിടെ പോകാനോ പ്ലാൻ ചെയ്യുന്നത്? പറഞ്ഞാൽ ഞങ്ങളും കൂടെ വരൂലേ? ഞങ്ങൾക്ക് ഒറ്റക്കൂടി ഉണ്ടാ ബോറടിക്കൂടി. എടാ, ഞാൻ എങ്ങോട്ടും ഓടി ചുറ്റാൻ പോകുന്നില്ല. ഞാൻ മാൻഷനിൽ തന്നെ ഉണ്ടാവും. പിന്നെ ധ്രുവ, പറയുന്നുണ്ടോ? മാൻഷനിലേക്ക് പുതിയ മെയ്ഡിനെ റിക്രൂട്ട് ചെയ്യണം. ഞാൻ അവിടെ ഉണ്ടാവില്ല കുറച്ച് നാള്. അപ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും വേണ്ടി നോക്കി നടത്താൻ. എനിക്കാണെങ്കിൽ കുക്കിങ്ങും അറിയില്ല. ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാം പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തായാലും അത് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ശരി, സൂക്ഷിച്ചു പോവല്ലേ? ഓക്കെ. എന്താ ശ്രീയ? ബേബികൾ പോയോ? ബേബികൾ? എന്റെ നന്ദുമോള് പോയോന്? പോയല്ലോ. അതെന്താ നന്ദൂസ് പെട്ടെന്ന് പോയേ? അത് അവൾ ടയേർഡാണെന്ന് പോലും, റെസ്റ്റ് എടുക്കണമെന്ന്. റെസ്റ്റ്? എന്ത് പറ്റി? വല്ല ബുദ്ധിമുട്ടുണ്ടോ ശരീരത്തിന്? ഉണ്ടോന്ന് ചോദിച്ചാൽ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ തന്നെ ഉണ്ട്. എന്താ? അത് ശ്രീയ, ഇന്ന് ആന്റി അങ്കിളും മരിച്ചിട്ട് 3 വർഷം തികയുന്നു. അയ്യോ ധ്രുവ്, ഞാനങ്ങ് മറന്നുപോയി. നമ്മൾ മറന്നാലും അവള് മറക്കില്ലല്ലോ. അവൾക്ക് ഇപ്പം സ്വന്തക്കാരെന്ന് പറയാൻ നീയും ഞാനും അങ്കിളിൻ്റെ ആന്റിയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ആ മാൻഷനുമാണ്. പിന്നെ കുറച്ച് മെയ്ഡ്സും കുറച്ച് ബോഡി ഗാർഡ്സും മാത്രമാണുള്ളത്. അതിൻ്റെ ഇടയിൽ
ആരുമില്ല. പിന്നെ അവൾ കുറച്ച് ബിസി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസിൽ വരുമ്പോഴും മാഫിയ ഫീൽഡിൽ നിൽക്കുമ്പോഴുമാണ്. ആ അത് ആലോചിക്കുമ്പോഴാണ് ഇപ്പം എനിക്ക് പേടിയാവുന്നത്. എന്താ ധ്രുവ്? നിനക്കറിയാലോ, ഈ മാഫിയ ഫീൽഡിൽ നിന്നും ഈ കമ്പനിയുടെ പൊസിഷനിൽ നിന്നും അവളൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. ശ്രേയ, അവൾക്ക് അപായങ്ങൾ സംഭവിച്ചേക്കാം. അവളെ അപായപ്പെടുത്താൻ കാത്തിരിക്കുന്ന കുറേ കഴുകൻ്റെ കണ്ണുകളുണ്ട്. അത് നിനക്കറിയാവുന്നതല്ലേ. നമ്മളുടെ ശത്രുക്കൾ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞ അവളുടെ ജീവന് തന്നെ ആപത്താണ്. നിനക്കറിയാവുന്നതല്ലേ അങ്കിളിൻ്റെ അവസാനത്തെ ആ യാത്ര. ആ യാത്രയോട് എല്ലാം തന്നെ അവസാനിച്ചില്ലേ. അങ്കിൾ ഇതേപോലെ ചിന്തിച്ചുകൊണ്ടല്ലേ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ മകൾക്ക് വേണ്ടിയും വൈഫിന് വേണ്ടിയും. ധ്രുവ്, അതൊക്കെ നമ്മൾ ഒരു ഹൈ സെക്യൂരിറ്റി തന്നെ പ്രിഫർ ചെയ്യും, സെറ്റാക്കണം. അതാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ അതിനുള്ള കാര്യങ്ങൾ ചെയ്യോ? നിന്റെ അറിവിൽ അങ്ങനത്തുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ബോഡി ഗാർഡ് ഉണ്ടോ? വൺ മിസ്റ്റർ ജേക്കുണ്ട്. ജെക്കെ? അതെ, പുള്ളീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതെൻ്റെ ഫ്രണ്ട് മിയ ഇല്ലേ, അവളുടെ ബ്രദറാണ്. ഓ, മിയയുടെയോ? ജെക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിനെ കുറിച്ച്. അപ്പോൾ ജെക്കിനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ധ്രുവ്, ജെക്ക് ബോഡിയായിട്ട് വരും, പക്ഷേ ജെക്ക് തനിച്ചാവില്ല വരുന്നത്. അത് മാത്രമല്ല ഒരു പ്രശ്നം. എന്താ, ഫാമിലി ആയിട്ടാണോ വരുന്നത്? ഓക്കെ, അത് സാരമില്ല. നമുക്ക് അവർക്ക് വേണ്ടി ഗസ്റ്റ് ഹൗസിൽ സെറ്റ് ചെയ്യാം. അതല്ല ധ്രുവ്, പറയുന്ന ആദ്യം മനസ്സിലാക്കുന്ന കേക്ക് കേക്ക് അത് അവിടെ നിന്ന് തുള്ളാതോ. ശരി, നീ പറ, എന്നാലേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. എടാ, അത് പിന്നെ ജെക്കിയുടെ കല്യാണത്തിനായിരുന്നു നമ്മൾ ഒരു 6-7 വർഷത്തിന് മുന്നേ പോയത്, ഓർമ്മയുണ്ടോ? എൻ്റെ ഫ്രണ്ട് മിയയുടെ വീട്ടിൽ ഫംഗ്ഷന് പോയത്. നമ്മൾ നൈറ്റ് നമ്മൾക്ക് കല്യാണത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റിസപ്ഷന് പോയത്. അത് ജെക്കിയുടെ ആയിരുന്നില്ലേ? ഓ, ഇപ്പോൾ ഇപ്പോൾ എങ്ങനെ നിങ്ങളത് പറയാൻ എനിക്കറിയില്ല. 5 വർഷത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് അവർക്കൊരു പിഞ്ചോമൻ തന്നെ ജനിച്ചത്. എനിക്കറിയാമല്ലോ, ജെക്കിൻ്റെ മാമൻ്റെ മകളായിട്ടായിരുന്നു ജെക്കിക്ക് കല്യാണം നടത്തി വെച്ചത് അവർ. ചെറുപ്പത്തിൽ തന്നെ ജെക്കിക്ക് ദേവനന്ദ എന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെയാണ് അവരെ ലവ് ചെയ്തതും വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം നടന്നതും. ഇപ്പം അതിന് എന്നാ പറ്റിയേ? ഞമ്മക്കെല്ലാം ഓക്കെ അല്ലേ? അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് നമുക്ക് സെറ്റാക്കാം. എടാ, പറയുന്ന കേക്ക് എൻ്റെ പൊന്നിട്ട് വാ. പറയടി. എനിക്കെന്തായാലും നന്ദുവിന് നല്ലൊരു ബോഡി ഗാർഡിനെ വേണം. അത് ജെക്ക് അയാൾ അത്രയ്ക്കും നല്ലത്. ബാക്കി പറ നീ. ശരി, ഞാൻ ബാക്കി പറയാം, കേട്ടോ നീ. അവർക്കൊരു കുഞ്ഞിന് തന്നെ ജന്മം നൽകാൻ പറ്റിയത് 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിൻ്റെ ജനനത്തോടെ തന്നെ അവളും പോയി. അതിനുശേഷം ജെക്കയുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. ആ സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകളിൽ പോലും ഈറൻ അണിയിച്ചു. അറിയോ നിനക്ക്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ശ്രേയ. ആരും തന്നെ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞത് യാദൃച്ഛികമായിട്ടാണ്. മൈ ഗോഡ്, ശ്രീയ, നീ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിനകത്തൊരു കാളല്. ഒരു കുഞ്ഞു വാവയുടെ ജീവിതം അന്ധകാരത്തിലേക്ക് ആയിപ്പോയ പോലെ തോന്നി. മാതൃത്വത്തിൻ്റെ സ്നേഹം നുകരേണ്ട സമയത്ത് കുഞ്ഞിന് അമ്മയില്ലാതായി. അല്ലടാ, നമ്മളെ പോലെ. ചേക്ക് പക്ഷേ കുഞ്ഞിന് ഒരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. 3 മാസം പ്രായമുണ്ട് കുഞ്ഞിന്. പക്ഷേ അമ്മയില്ലാത്ത സങ്കടം അതിൻ്റെ കണ്ണുകളിലില്ല. എടാ, അതിനെന്തറിയാം ഇപ്പോൾ. പക്ഷെ വളരെ വളരെ അവൾക്ക് കുഞ്ഞെന്താ? ആ കുഞ്ഞ്
ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം വേണമെന്ന് കൊതിക്കില്ലടാ. കൊതിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വിധിയെ ആർക്കും തടുക്കാനും തോൽപ്പിക്കാനും കഴിയില്ലല്ലോ. അതാണ് ദൈവത്തിൻ്റെ ഒരു വിളയാടൽ. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു ശ്രേയ. എന്താ? ജയിക്കുക മതി നമ്മുടെ നന്ദുവിനെ ബോഡി ഗാർഡായിട്ട്. അത് ഉറച്ച തീരുമാനമാണ് എൻ്റെ. ഞാനും അതല്ലല്ലേടാ പറഞ്ഞേ, ജെ.കെ മതി. പക്ഷേ ജെ.കെ കുറച്ച് സ്ട്രിക്റ്റാണ്. നമ്മുടെ നന്ദുവിനെ കൊണ്ട് അതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതെന്തായാലും കുഴപ്പമില്ല, ജയിക്കുക മതി. നമുക്ക് പറഞ്ഞ് നന്ദുവിനെ ഓക്കെ ആക്കാം. എടാ, ഉണ്ടെന്നറിഞ്ഞ ജെ.കെനെ അലോഡ് ചെയ്യോ ബോഡി ഗാർഡ് എന്ന് പറയുന്ന പൊസിഷനിലോട്ട്? നന്ദു അവൾക്കെന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവളുടെ ജോലി കറക്റ്റായിട്ട് നടന്നാൽ പോരെ, അതൊക്കെ നടക്കുമല്ലോ. അതൊക്കെ നടക്കും. ജെ.കെ അക്കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റാണ്. ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല. പക്ഷെ കുഞ്ഞിനെയും ശ്രദ്ധിക്കും, അത്രയേ ഉള്ളത്. ഓക്കെ, എന്തായാലും അവൻ്റെ ചോരയല്ലേ, അവന് ആ കുഞ്ഞിനെ നോക്കണ്ടേ, മറ്റാർക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, എന്തായാലും നീ ജയിക്കിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ. ഒരുപാട് വെച്ച് നീട്ടണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന് ബോഡി ഗാർഡ് എത്തണം മാൻഷനിൽ. ഓക്കെ, മെയ്ഡും വരണം. അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നീയാണ് ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ജയിക്കയുടെ കാര്യം മാത്രമേ ഞാൻ ഡീൽ ചെയ്തോളാം. നീ എന്തായാലും അവനോട് സംസാരിച്ചിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറയേ. നമുക്ക് രണ്ടും കൂടെ അവളെ ഈവനിങ് പോയി കണ്ട് സംസാരിക്കാം. ഓക്കെ, നീ റെഡി ആയിട്ടിരി, അവളെ കാണാൻ പോവാൻ. ശരി, ഞാൻ എന്തായാലും ജെ.കെനെ വിളിച്ച് സംസാരിച്ചിട്ട് നിന്നോട് ഞാൻ പറയാം. പറയാനല്ല, അവനെ സെറ്റാക്കണം. അവൻ മതി ബോഡി ഗാർഡായിട്ട്. ഓക്കെ, ഇതെൻ്റെ ഓർഡറാണ്. നീ എന്നോടാണ് ഈ ഓർഡർ ചെയ്യുന്നത്? പിന്നെ ഞാൻ നിന്നോടല്ല പിന്നെ വേറെ ആരെങ്കിലും വെച്ചൊന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? നീ ചെയ്യണം. ഓക്കെ, കാരണം നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്താ? ഒന്നുമില്ല. കള്ളപ്പാതിര്. ഇഷ്ടമുണ്ടെന്നങ്ങോട്ട് മനസ്സ് തുറന്നങ്ങോട്ട് പറയാൻ എന്തൊരു ചാടയാ. അങ്ങും ഇങ്ങും തുടങ്ങാതെ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാടാ നിന്നെ കൊണ്ട് ഐ ലവ് യു എങ്ങനെ പറയിപ്പിക്കണം. ഫീറ്റൽസി ഈശ്വര അവരാ നിനക്ക് കാണിച്ചു തരും. നോക്കിക്കോ കാണിച്ചു തരുവാണോ? എനിക്കെന്നെ ഞാൻ കാണിക്കേണ്ടി വരുമോ? ഇവൻ ഇനി നോ പറയാ? അങ്ങനെ പറയത്തില്ലല്ലേ? പറയത്തില്ല അല്ലേ? അങ്ങനെ സമാധാനിക്കാം. എന്തായാലും നമ്മളോട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ നമ്മുടെ ചെക്കൻ. ചെയ്തേക്കാം. ജെ.കെ എന്തായാലും വരും, ഉറപ്പായിട്ടും കൊണ്ടുവരണം. വന്നില്ലേ ഇല്ലേ ഇവൻ്റെ മുന്നിൽ ഞാൻ നാണം കെടും. പിന്നെ ഇവൻ നോ പറയും. പ്രശ്നം ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റൂ. ഇംപ്രസ്ഡ് ആക്കണം. വാട്ട് ആൻ ഐഡിയ സജ്ജി. ജെ.കെ ഇപ്പം നീ എൻ്റെ ദൈവമാണ്, ദൈവം. എന്തായാലും ഒന്ന് വിളിക്കാം. ഹലോ മിയ. ശ്രേയ, എന്താടാ പതിവില്ലാത്തൊരു കോളൊക്കെ? എന്താ എനിക്ക് കോൾ ചെയ്യാൻ പാടില്ലെന്നോ വല്ല നിയമം വല്ലതും ഉണ്ടോ എൻ്റെ നിയമപുസ്തകത്തിൽ? ഇല്ലടാ, നീ പതിവില്ലാതെ കോൾ ചെയ്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ, വേറെ ഒന്നും കൊണ്ടല്ല. നീ എവിടെയാടാ? ഓഫീസിലുണ്ട്. ഓഫീസിലാണോ? ബിസിയാണോടേ? ഇല്ലടാ. എന്താടാ? എടാ, നിന്റെ ഏട്ടനുണ്ടോ അവിടെ? ഏട്ടനോ? എന്താടാ? ഉണ്ടോ അവിടെ? ഇല്ലടാ, ഏട്ടനും കുഞ്ഞും കൂടെ പുറത്തോട്ട് പോയേക്കാ. എന്തായിരുന്നടാ? നിന്റെ ഏട്ടൻ്റെ നമ്പർ ഒന്ന് തരുമോ? എന്തിനാടാ? എടാ താടാ, നീ ചോദിച്ചിട്ട് തരത്തോളോ എന്തിനാ ഏതിനാന്നൊക്കെ. അതല്ലടാ, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണെങ്കിൽ പെട്ടെന്ന് തരാമെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ താമസിച്ചു തരുമോ? അതല്ലടാ. ചോദിച്ചത് തെറ്റായിപ്പോയി. എടാ അങ്ങനല്ല, ഞാൻ തരാം. ശരിതാ. ശരിടാ, എങ്കിൽ ഞാൻ ജെ.കെനെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. എടാ, എന്തെങ്കിലും ജോലിക്കാര്യങ്ങൾ സംസാരിക്കാനാണോ? അതന്നെ, ജോലിക്കാരൻ സംസാരിക്കാൻ തന്നെ. ആർക്കാടാ? എടാ അത് നന്ദുവിന് വേണ്ടിയാ.
നന്ദുവിന്? അതേടാ, നന്ദുവിന് ഒരു ബോഡി ഗാർഡിനെ വേണം. നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ ഏട്ടനെ ആ ഒരു പൊസിഷനിലോട്ട് ആക്കാന്ന് വിചാരിച്ചു. എനിക്ക് എന്താ വിരോധം? ഏട്ടൻ എന്തായാലും ബോഡി ഗാർഡ് ട്രെയിനിങ് ചെയ്യല്ലേ കുട്ടികൾക്ക്. അപ്പോൾ ഇതും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏട്ടൻ്റെ കുറേ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. ചേട്ടൻ പണ്ടത്തെ പോലെ ചിരിച്ചു കളിച്ച് നടക്കുകയും ചെയ്യും. ഒന്ന് ബിസി ആയിക്കഴിഞ്ഞു ഏട്ടത്തിയമ്മേൻ്റെ ഓർമ്മകൾ കുറച്ചെങ്കിലും ഏട്ടനെ അലർട്ടാതിരിക്കും. എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായത് കൊണ്ടാ നിന്റെ ഏട്ടനെ നന്ദുവിൻ്റെ ബോഡി ഗാർഡായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാന്ന് കരുതിയത്. എടാ, നന്ദു ഓക്കെ ആണോ? അതൊക്കെ ഞാൻ പിന്നീട് നേരിൽ കാണുമ്പോൾ സംസാരിക്കാം. നീ എപ്പോഴാ വരുന്നത് ഇങ്ങോട്ട്? ഞാൻ 2 ആഴ്ചക്കുള്ളിൽ വരും. ഇപ്പോൾ ഓഫീസും കാര്യങ്ങളും ഞാനും ധ്രുവയും കൂടെ നോക്കുന്നത്. എന്താ? ധ്രുവാ? അതെ. എടാ, നീ സെറ്റാക്കിയോ? നീ പറഞ്ഞോ നിന്റെ ലവ്? എവിടെ? പറയാതെ പറഞ്ഞു നോക്കി, പക്ഷെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. എടാ, എനിക്ക് തോന്നുന്നത് നിന്നെ ധ്രുവയ്ക്ക് ഇഷ്ടമാണെന്നാണ്. അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റും? എടാ, നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവനോട് നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവൻ്റെ മുഖഭാവം മാറുകയും ഒരു ചെറിയൊരു കള്ളച്ചിരി ചുണ്ടിൽ വരികയും ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരന് നിന്നെ ഇഷ്ടമാണെന്നാ. അത് അങ്ങോട്ട് സമ്മതിച്ച് തരാന് കൂട്ടാക്കുന്നില്ല, അത്ര തന്നെ. എനിക്കതറിയാം, പക്ഷെ എന്ത് ചെയ്യാം? പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതൊക്കെ വിട്, എല്ലാം ശരിയാവും. നീ വരൂല്ലല്ലേ 2 ആഴ്ച കഴിഞ്ഞ്? വരുമോടാ, ഉറപ്പായിട്ടും വരാം. ഓക്കേടാ, അപ്പോൾ ധ്രുവനെ തിരക്കിയതായി പറഞ്ഞുതരും. ഞാനും നിന്റെ ഹസ്ബൻഡിനെയും കുട്ടികളെയും അമ്മേനെയും അച്ഛനെയൊക്കെ തിരക്കിയതായി എന്ന് പറഞ്ഞേക്കണേ. നേരിട്ട് കാണുമ്പോൾ ഞാൻ സോറി ചോദിച്ചേക്കാം. ഓക്കെ? ഓക്കേടാ. ശരി, വിളിക്കട്ടെ. ഹലോ ജെ.കെ. ഹലോ, ജെ.കെ. ജെ.കെ, ഞാൻ ശ്രേയാണ്, മിയയുടെ ഫ്രണ്ട്. ശ്രീയ, എന്തുണ്ട് വിശേഷം? ജെ.കെ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു. ശ്രീയ, ഞാൻ കുഞ്ഞിന് വേണ്ടി കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വന്നേക്കുവാണ് മാളിൽ. എന്തായിരുന്നു? കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ഓക്കെ, അപ്പോൾ എന്നെ ഇങ്ങോട്ടും തിരിച്ച് വിളിക്കുമോ ഫ്രീ ആകുമ്പോൾ? വിളിക്കാം ശ്രീയ. ശരി, ബൈ. ബൈ. ഹലോ ശ്രീയ, ഇപ്പം ഫ്രീ ആണ്, പറഞ്ഞു. ഫ്രീ ആണോ? ജെക്കൊരു ജോബ് ഓഫറായിട്ടാണ് ഞാൻ വിളിച്ചിരുന്നത്. ഞാൻ മിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മിയാണ് ജെക്കിൻ്റെ നമ്പർ തന്നെ. ഓക്കെ, എന്ത് ജോബാണ്? ഓഫീസാണെങ്കിൽ നോ ശ്രീയ, അതിനോട് താല്പര്യമില്ല. കാരണം എൻ്റെ കുഞ്ഞിനെയും വെച്ചിട്ട് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്, വേറൊന്നും തോന്നരുത്. ജെക്കി പ്ലീസ്, ഞാൻ പറയുന്നത് കേട്ടിട്ട്. പറഞ്ഞു. ജെക്കി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെയാണ്. എന്ത് ബോഡി ഗാർഡ് ട്രെയിനിങ്ങോ? അത് അല്ല, ജെക്കി ബോഡി ഗാർഡായിട്ട്. ആർക്ക്? അതെ, എൻ്റെ ഫ്രണ്ട് നന്ദുവിന് വേണ്ടി. നന്ദു? അതെ, അന്ന് ഞങ്ങൾ ചേക്കൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അത് എൻ്റെ ഫ്രണ്ടും എൻ്റെ ഓഫീസിലെ CEO മാമുമാണ്. മാമിന് വേണ്ടിയാണ്. എനിക്ക് ആലോചിക്കാൻ കുറച്ച് ടൈം. സോറി ജെക്കി, എമർജൻസി ഉണ്ടോ? എന്താണ് എമർജൻസി? ജെക്കിക്ക് അറിയാമല്ലോ, ഞങ്ങൾ പേരിന് വേണ്ടി മാത്രമാണ് ഓഫീസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒരു മാഫിയാണ്. നന്ദുവാണ് അതിൻ്റെ ഹെഡും. അറിയാം. നന്ദു കുറച്ച് നാളത്തേക്ക്
ഓഫീസ് ഫീൽഡിൽ നിന്നും മാഫിയ ഫീൽഡിൽ നിന്നും ഒന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു ജെക്കി. അത് നല്ല കാര്യം. നല്ല കാര്യമാണ്, പക്ഷേ അറിയാലോ ജെക്കി, ഈ ഫീൽഡിൽ നിന്നും മാറി നിന്ന ജീവന് തന്നെ അപായമാണ്. അതിന് നന്ദിത അതിന് ശ്രേയ, നന്ദിത ഒരു മാഫിയ ക്യൂനല്ലേ? ആര് വന്ന് തൊടാനാ നന്ദിതയെ? അത് ജെക്കി, അവള് വെളിയിലൊക്കെയാണ്, ചില വീക്ക്നെസ് അവൾക്കുണ്ട്, അതുകൊണ്ടാ. എന്ത് വീക്ക്നെസ് ആണ്? അത് അത് പിന്നെ ജെക്കി, ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാം. നിങ്ങൾ വരുമോ ജെക്കി, അവളുടെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ട്? ശ്രേയ, എനിക്ക് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല നന്ദിതയുടെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ട്. എങ്കിലും എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും ജെക്കി നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. അത് വേറൊന്നുമല്ല ശ്രേയ, നന്ദിതയുടെ ക്യാരക്ടർ തന്നെയാണ് എനിക്ക് പ്രശ്നം. നന്ദിതയുടെ ക്യാരക്ടർ അത്ര നല്ല ക്യാരക്ടർ അല്ല, തനിക്കറിയാവുന്നതല്ലേ? അറിയാം ജെക്കി, തൊട്ടതിനും പിടിച്ചതിനും വാശിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ജെക്കെ കൊണ്ടേ പറ്റൂ അവളെ നേർവഴി കൊണ്ടുവരാൻ. അവളുടെ ക്യാരക്ടറൊക്കെ ജെക്കെ കൊണ്ടേ പറ്റത്തുള്ളൂ ചേഞ്ച് ചെയ്യാൻ, വേറെ ആരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് ജെക്കിനെ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തതും. ഞങ്ങൾക്ക് അത്ര വിശ്വാസമാണ് ജെക്കെ. ജെക്കെ പറയുന്ന സാലറി ഞങ്ങൾ തരാം, എത്ര കോസ്റ്റ്ലി ആണെങ്കിലും. ഓ, ക്യാഷ് കൊണ്ട് സെറ്റിൽ ചെയ്യാനാണോ നിങ്ങൾ വിചാരിക്കുന്നതന്നെ? അങ്ങനെയല്ല ജെക്കി, ജെക്കെ അങ്ങനെ വിചാരിക്കല്ലേ. ജെക്കെ ഞങ്ങൾക്ക് വേണം, അതുകൊണ്ടാണ്. ജെക്കയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് നന്ദുവിൻ്റെ സേഫ്റ്റിയാണ് മുഖ്യം, അതുകൊണ്ടാ. ഓക്കെ, ഞാൻ എപ്പം ജോയിൻ ചെയ്യണം? ഞങ്ങൾ എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. 10 മണി, ഓക്കെ. 10 മണിക്ക് തന്നെ ഉണ്ടാവും. എവിടെ വരണം? ഞാൻ ജെക്കയുടെ വാട്സപ്പിൽ നന്ദുവിൻ്റെ മനുഷ്യൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം. ജെക്കെ നേരിട്ട് അവിടെ വന്നാൽ മതി. ഞങ്ങൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് എത്തിയേക്കാം. കാരണം ഞങ്ങളെയാണ് നന്ദു ഓഫീസും കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഷാർപ്പ് 10 മണിയാകുമ്പം നന്ദിതയുടെ മാൻഷനിൽ ഉണ്ടാവും. ഓക്കെ. ഓക്കെ, ഞങ്ങൾ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തേക്കാം നന്ദുവിനെ. ഓക്കെ, ശരി ജെക്കെ, താങ്ക് യു സോ മച്ച് ജെക്കെ. ആർ വെൽക്കം. ഈ ജോലിക്ക് പോകണോ? ഞാൻ പോകാതെ പറ്റില്ല, എനിക്കറിയാം. എനിക്കാണെങ്കിൽ നന്ദിതയുടെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ ശ്രീനി പറഞ്ഞതുപോലെ നമ്മുടെ മകനെ നല്ലപോലെ വളർത്തണ്ടേ, അതിന് ഈ ജോലി തന്നെ ഏറ്റവും ബെസ്റ്റ്. ഇതാകുമ്പോൾ അത്ര പേടിക്കാനൊന്നുമില്ല എന്നല്ല. ചാവുകയാണെങ്കിൽ മോനെയും കൊണ്ട് നിൻ്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റും, ഒരു വിശ്വാസമുണ്ട്. എന്തായാലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിൻ്റെ ആശ്വാസം എപ്പോഴും എനിക്കും കുഞ്ഞിന് വേണം. നീ അല്ലാതെ എൻ്റെ ലൈഫിൽ വേറൊരു പെണ്ണില്ല, അതാലോചിക്കാനും പറ്റില്ല. എന്താവോ എന്തോ, എന്തായാലും ഞാൻ സ്ട്രഗിൾ ചെയ്യും നമ്മുടെ കുഞ്ഞിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി. ഗുഡ് നൈറ്റ് ശ്രീ. ലവ് യു സോ മച്ച്. ലവ് യു forever. Miss you forever.